അപ്പോൾ നമ്മൾ ഇന്ന് പോവുകയാണ് ഉസ്ബെക്കിസ്ഥാനിലേക്ക്. നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ എയർപോർട്ടിലാണ്. ചെക്കൻ വാവാവ് ഉറങ്ങുകയാണ്, നമ്മൾ ഉറക്കി കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര നിങ്ങൾ ഞങ്ങളുടെ പോരെ മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ഫ്ലൈറ്റിൽ കയറിയിട്ട് സമയമുണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മൾ കയറുവാണ് കേട്ടോ. ويعتبر التدخين على متن هذه الطائرة ممنوعا في جميع الأوقات، بما في ذلك استخدام أو شحن أجهزة التدخين الإلكترونية. شكرا لحسن انتباهكم. We're about to begin the safety demonstration. നമ്മൾ സേഫ്ലി ലാൻഡഡ് ആണ് തഷ്കെൻറ്റിൽ. يرجى منكم البقاء جالسين في مقاعدكم وإبقاء أحزمتكم مربوطة إلى حين توقف الطائرة تماما ഇവിടെ 4 മണിയായിട്ടോ. 4 മണിയായപ്പോൾ തന്നെ ഇവിടെ ഏകദേശം ഇരുട്ടായ പോലെയാണ്. ഒന്നും പറയണ്ട കേസ്, ചെക്കൻ ചെറുതായിട്ട് പൂപ്പിട്ടു. ചെക്കനതേ പാമ്പറൊക്കെ മാറ്റി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ 5 മണിയായി കേസ്, 5:10 ഓൾറെഡി. അപ്പോൾ നമ്മൾ വേറെ എന്താണത്, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുറത്തൊക്കെ നല്ല തണുപ്പാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതാണ് കേട്ടോ എയർപോർട്ട്. എയർപോർട്ടിൽ നമ്മളെല്ലാം ചെയ്തു, എയർപോർട്ട് ടാക്സി ബുക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മളൊരു മലയാളി ബ്രോനെ കണ്ടു, പേര് ചോദിച്ചില്ല, ഇക്ബാൽ. ആ, നമ്മൾ ജോർഡൻ ഇവിടെയുണ്ട് കേട്ടോ. ഹലോ ജോർഡൻ, നമ്മൾ മലയാളി ബ്രോസിനെ കുറേ പേരെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സാണ് കേട്ടോ. എവിടെ ചെന്നാലും മലയാളികളുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം. ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലേ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് എയർപോർട്ട് കേട്ടോ. നമ്മുടെ സാധനമായിട്ട് പോണു, അറിയാൻ പാടില്ല. അവരതിൽ ചോദിച്ചാൽ എല്ലാം പ്രിപ്പയർ ആയിട്ടാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ബ്രോ, ChatGPT വെക്കാൻ. അതെ, 5-6 പേര് അവർ നമ്മളെ ഇത് അകമ്പടിയോട് കൂടിയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അവരെ വെൽക്കം ചെയ്യാൻ നിൽക്കണതാ. നമ്മളിതേ ഈ ഇച്ചിരില്ലാത്ത കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് അവർ പറയുവാണ് അഗോഡയ്ക്ക് ഇഷ്യൂ ഉണ്ട്, അവർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് നമ്മളതേ ഇതിന് മുമ്പ് വന്ന ആൾക്കാരുടെ അടുത്ത് 2 പിള്ളേർക്ക് എക്സ്ട്രാ റൂം വേണമെന്ന് പറഞ്ഞ് അവരെ സഫോക്കേറ്റ് ചെയ്യിപ്പിച്ചു. നോക്കൂ നോക്കൂ നോക്ക്, ഈ ഇച്ചിരില്ലാത്ത കൊച്ചിനെ കൊണ്ട് ഞാനിവിടെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 2 PM ചെറുക്കനെ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് കേസ്. ഇനി അവിടെ ചെന്ന് ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറുക്കൻ കരച്ചിൽ അങ്ങനെ മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡായി ഞങ്ങൾ ഒരു പാകമായി ഞങ്ങൾ ഏകദേശം ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അറിയില്ല ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെറുക്കൻ എന്താ ഒപ്പിക്കണേന്ന് അല്ലേ. ചുരുങ്ങി തുടങ്ങി, അടുത്തത് കമളാൻ തുടങ്ങിയാണ്. ലഭിച്ച് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ, പുതിയ ഡ്രസ്സ്. ചെക്കന് കുറേ ഡ്രസ്സുകൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഇതെന്തായാലും പറയുന്നത് പുലാവ്, തഷ്കൻ പുലാവ് ആണ് ഇവിടുത്തെ. പിന്നെ കോഫിയും ടീ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാനുണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് ഒരു ഹോട്ടലാണ്. ഫുഡ് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാം കേട്ടോ. ചെക്കന് ഫുഡ് വേണം, അവന് കണ്ടിട്ട് അവന് സഹിക്കണില്ല. ഇത് കോഫി എന്തോ ആണ് കേട്ടോ, കോഫിയും ടീയും ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. തഷ്കൻ കോഫി, തഷ്കൻ ടീ. പക്ഷെ ഇവിടെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാട്ടോ. ജോർഡൻ കരച്ചിലാണ് ഗൈസ്. ജോർഡൻ എടുക്കണം, ജോർഡൻ എടുക്കാതെ ജോർഡൻ സമ്മതിക്കണല്ലോ. ജോർഡൻ ഉറങ്ങണ സമയമായിരിക്കുകയാണ്. ഇവിടുത്തെ ബസ്സാട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ജോർഡന്റെ കരച്ചിലോട് കൂടി ഇന്നത്തെ ഡേ 3 നമ്മൾ ആരംഭിക്കുകയാണ്. ഡേ 2 നമ്മൾ ആരംഭിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂമൊക്കെ ഭയങ്കര ഇതായി. രാവിലെ ലഭിച്ച മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. നല്ല സെലക്ഷൻ അല്ലേ.
ക്രിസ്മസ് പ്രമാണിച്ചുള്ള ഡ്രസ്സൊക്കെ മേടിച്ച് ഞങ്ങൾ റെഡിയായി. ഇതിപ്പോൾ ഞാൻ റെഡിയായി. നമ്മൾ പോവാണ്. എങ്ങോട്ടെന്ന് അറിയാൻ പോകാതെ പാമ്പർ ബാഗ് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇവിടെ സാധനങ്ങളൊക്കെ എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എനിക്ക് റൂമിൽ ലഭിച്ചും കൊണ്ട് തന്നു കേട്ടോ. ലഭിച്ചും താഴെ പോയി കഴിച്ചു. ഹായ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് ചെക്കൗട്ട് ചെയ്യാണ്. ഇതാണ് ഇവരുടെ ക്രിസ്മസ് ഡെക്കറേഷൻ കേട്ടോ. ഇവരുടെ ഗിഫ്റ്റൊക്കെ വെച്ചിട്ട്. ജോർഡനാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുക. പക്ഷെ ജോർഡൻ ഉറങ്ങുന്നില്ല. അതെന്താ ജോർഡൻ ഉറങ്ങാത്തത്? ഇതിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ 8 മണിക്ക് ആണ് ചെക്ക് ഇൻ ചെയ്തത്. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇൻറ്റീരിയേഴ്സൊക്കെ കാണാൻ ശരിക്കും യൂറോപ്യൻ ആ ഒരു സ്റ്റൈലൊക്കെ കേട്ടോ. ബൈ ബൈ. എബിച്ചിന് അടുത്ത ക്യാബ് ബുക്ക് ചെയ്യാണ് കേട്ടോ. ബൈ ബൈ. ഇതാണ് കേട്ടോ അവരുടെ ഫുഡ് കഴിക്കുന്ന പ്ലേസ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. വാവ്, സി ഇവിടേക്ക് ഇരുന്നിട്ടാണ് കേട്ടോ എബിച്ചിന് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എന്താ ശരിക്കും പറഞ്ഞാൽ ഇത്രയും രൂപയ്ക്ക് നമ്മുടെ നാട്ടിലെ പൈസക്ക് ഇവിടെ 1 നൈറ്റ് സ്റ്റേ എന്ന് പറഞ്ഞാൽ വെറുതെ അതിൽ കൂടുതലാണ്. ഇവിടെ ഉച്ചയായിട്ടാ, നട്ടുച്ചയായിട്ടും ഒറിജിനൽ ക്രിസ്മസ് ട്രീ ആണത്. നമ്മൾ മേടിക്കാറില്ലേ കടയിൽ നിന്ന് ആ സാധനം. പൈനട്ട് പോലത്തെ അല്ലേ, അങ്ങനത്തെ മോഡൽ സാധനം. ജോഡു എന്നെ അടുക്കോടാ. നമ്മുടെ ഹോട്ടലിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഹോട്ടലിൽ തീരടിക്കുണ്ടെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോണെങ്കിൽ നമ്മൾ നമ്മൾ നിന്ന സ്ഥലത്ത് അത്യാവശ്യം മിനി മാർക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. കാണുന്ന അടിയ റെയിൽവേ സ്റ്റേഷൻ ആവും പറഞ്ഞ ആ ഒരു ഇത് കണ്ടോ. അപ്പൊ നമ്മളിത് ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് ടണലിൻ്റെ അടിയിലേക്ക് കയറിയിരിക്കുകയാണ്. തോഷ്കണ്ടിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോട്ടലിൽ വണ്ടികളൊക്കെ നോക്കി കൊടുത്തല്ലേ, രസമില്ലേ കാറുകളാണ്. ഇവിടുത്തെ TV ടവറാട്ടോ സൈഡിൽ കാണുന്നത് കണ്ടോ അല്ലേ. ഇവിടുത്തെ മെയിൻ ഒരു ലൊക്കേഷൻ, ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ഇങ്ങോട്ട് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ഇട്ടിരുന്നതാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഹോട്ടലിൽ എത്തിയിരിക്കുന്നു, ഗാർനറ്റ് ഹോട്ടലിന്. ഇവിടുത്തെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതായത് ഇവർ പറയുന്ന ഒറിജിനൽ പ്രൈസ് എനിക്കറിയത്തില്ല. അഗോഡയിൽ നമ്മൾ ബുക്ക് ചെയ്തില്ല കേട്ടോ. അഗോഡക്കാർ നമ്മളെ ചതിച്ചുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ബുക്ക് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്. കാരണം ഞങ്ങൾ ഇനി സാധനങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ കാണിച്ചു തന്നിരിക്കുകയാണ് കേട്ടോ. സാധനം വാഷ്റൂമൊക്കെ എവിച്ചിനെ കണ്ടിട്ട് എവിച്ചിന് വാഷ്റൂം ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എവിച്ചൻ പറഞ്ഞു, ഓ ഡ്രസ്സൊക്കെ ഇടാനുള്ള ഫെസിലിറ്റീസൊക്കെ നോക്ക്, സംഭവമൊക്കെ കിടിലനാ കണ്ടോ. ഇതാണ് സംഭവം. റൂമൊക്കെ നല്ല ഭംഗിയുണ്ട്. ഹായ് ഹായ്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് പോകണമെന്ന് കേട്ടോ പറഞ്ഞത്. നമ്മൾ ഗ്രീൻ ആയിപ്പോട്ടെ പോട്ടെ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബേഗ്ലൂ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പം നമ്മളിത് ഇവിടെ ജില്ലു ഇവിടെ ഉണ്ട്. ഇത് നടക്കുന്നു. അവൻ കരച്ചിലാണ്. അവന് ശാന്തനാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. നല്ല രസമുണ്ട് കേട്ടോ ഹോട്ടൽ കാണാൻ. നല്ല രസമല്ലേ ഹോട്ടലിലല്ലേ ഇൻറ്റീരിയറൊക്കെ. അവൻ ചിരിക്കും. അവൻ ജോഡുവേ. ഞങ്ങളങ്ങനെ നമ്മുടെ അക്കോമഡേഷനിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ സമയം എത്രയായി? 4:30. നമ്മളിവിടുത്തെ മാജിക് സിറ്റി കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കാട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നേക്കണ ഏരിയ ഉണ്ടോ. ഒരു ഗ്രൂപ്പ് ഓഫ് അമ്മാമ്മമാർ വന്ന് ഫോട്ടോസ് എടുക്കണ നോക്കിയാലേ. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് മാജിക് സിറ്റി. അമ്യൂസ്മെൻറ്റ് പാർക്കാട്ടോ. അതിൻ്റെ അകത്ത് വരണമെങ്കിൽ എൻട്രൻസ് പൈസ ഉണ്ടെന്ന് തോന്നുന്നു.
നമ്മൾ മാജിക് സിറ്റി വരുവാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റേയിൽ നിന്ന് മാജിക് സിറ്റി വന്നിട്ട് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണമായിരുന്നു നമ്മൾ നമ്മുടെ സ്റ്റേയിൽ പോയി ചെക്ക് ഇൻ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ സ്റ്റേയിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് അവിടുന്ന് തന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ച് പിന്നെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് വന്ന് വീണ്ടും അങ്ങോട്ട് തിരിച്ചു വേണം. അത് വലിയൊരു അബദ്ധമായി പോയി. കണ്ടോ, നമ്മൾ മൊറോക്കൻ ടീയും ഇവിടുത്തെ ഒരു കബാബുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെക്കനെ കൊണ്ടുപോയി പാമ്പർ മാറ്റിച്ചു. ചെക്കൻ അതിന് കരയുമായിരുന്നു. എന്ത് ചെയ്യണം, പുറത്ത് ക്ലൈമറ്റിൽ അവനെല്ലാം വേണം, തണുപ്പാണ്. പക്ഷെ അകത്ത് വരുമ്പോൾ അവന് ചൂടാവും. നമുക്ക് എപ്പോഴും ഡ്രസ്സ് കോസ്റ്റ്യൂം മാറ്റാൻ പറ്റത്തില്ല, ഔട്ട്ഫിറ്റ്. നമ്മളങ്ങനെ ഇവിടുത്തെ ഇതിലെത്തിയില്ലേ, മാർക്കറ്റിൽ. ഇത് ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ചോർസു ബസാർ എന്നാണ് പറയണത് ഈ സ്ഥലത്തിന്. ഉണ്ട് അവിടുത്തെ മാർക്കറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റാളുകൾ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇവിടെ എല്ലാം ഇപ്പം 5:30-6 മണി ആയതുള്ളൂ. അപ്പോഴത്തേക്കും എല്ലാം ഇതായില്ലേ, ഇരുട്ടായി ഭയങ്കരമായിട്ട്. പോകാം, നമുക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് പോവാം. അപ്പുറത്ത് എന്തൊക്കെയോ വെട്ടവും വെളിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇനി. അവിടെ എന്താണെന്നുള്ളത് അതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു മറ്റേ മണ്ണുകൊണ്ട് മറ്റേ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. അതൊക്കെ ക്ലോസായി. സെറാമിക്സിൻ്റെ പോട്ടറി വർക്ക്സ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു. അതൊക്കെ എന്ത് സാധനമാണോ ഇവിടെ നിന്നാ? ഇത് ഷഷ്ലീക്ക് എന്ന് പറഞ്ഞ സാധനം, ഫുഡൊക്കെ ഉണ്ടാക്കണ. അപ്പോൾ നമ്മളിനി അവിടെ ലൈറ്റ് കാണുന്നുണ്ട് ക്ലോക്ക് ടവറിൽ. അപ്പോൾ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ് നെക്സ്റ്റ്. അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ക്ലോക്ക് ടവർ അങ്ങനെ നമുക്കിവിടെ രാത്രിയിലും കാണാൻ പറ്റിയിട്ട്, രാത്രി ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. കേട്ടോ, കൊച്ചുണ്ടായതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് അന്ന് ഡിന്നർ ശ്രീലങ്ക കഴിച്ചിട്ട് പിന്നെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇന്നാണ് കേസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതലാണ്. മൊത്തം ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും സ്റ്റൈലിലൊന്നും ഇറക്കുക. അതൊന്നും അല്ല, വ്യൂ നിങ്ങൾ കാണാൻ പോകണേ ഉള്ളൂ. ഞാൻ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. എന്താണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് മെനു. സെയിം നമ്മൾ ഇതിലുണ്ടായിരുന്ന പോലെ ഡിസേർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ സലാഡും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റുന്ന രീതിയിലുള്ള ഡിസേർട്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ജ്യൂസൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ. ഇതാണ് അവിടുത്തെ വ്യൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെക്കനെ കുളിപ്പിച്ച് എടുത്ത് ചെറുക്കനെ പാല് കൊടുത്ത് ചെറുക്കനെ ഉറക്കി, അതൊക്കെ എൻ്റെ പരിപാടിയാണ്. പെട്ടി പാക്കിങ് എബിച്ചിൻ്റെ ഡ്യൂട്ടിയാണ്. അതോ ചെക്കൻ കിടന്നുറങ്ങുന്നു. ഇനി ഞങ്ങൾക്ക് ഈ ബെഡ് എടുക്കണം ഗൈസ്. ബെഡ് എടുക്കുമ്പോൾ ചെറുക്കൻ എന്തായാലും എണീക്കും. എന്നാൽ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് പാല് കൊടുത്തിട്ട് പോകണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കാരണം മറ്റേ പാല് കൊടുത്തത് 8:30-ക്കാണ്. ഓൾറെഡി 11:30-12 മണിയാകുമ്പോഴാണ് അവൻ അടുത്ത പാല് വേണ്ടത്. വെള്ളവും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിപ്പോൾ അവന് 5 months ആയതുകൊണ്ട് ഫോർമുല മിൽക്കും കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്. ഇന്നലെ ഫുൾ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയായിരുന്നു. ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് എൻ്റെ കൈ ഈ വരം ഇല്ല ഗൈസ്. കാരണം നമ്മൾ ഫീഡിങ് പില്ലോ ഒന്നും ഇല്ലാതെ എങ്കോണിച്ച് നിന്നിട്ടല്ലേ കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റ് പൊസിഷൻ ഇല്ലാതെ ഓരോ സ്ഥലത്തും കൊടുത്ത് എൻ്റെ കൈ ഇന്നലെ രാത്രി ഞാൻ ഓർത്ത് ഞാൻ ചത്തുന്ന്. അമ്മാതിരി വേദനയാണ്. ചെക്കൻ്റെ ടെമ്പറേച്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ വെച്ചാൽ ചൂടുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ പിന്നെ ഇന്നലത്തെ അവൻ്റെ ആ ഒരു രാത്രിയിൽ അവൻ ഇത്ര മണിക്കൂർ ഞാൻ കറക്റ്റ് ഓർക്കും. അപ്പോൾ അവൻ്റെ ആ ഒരു സൈക്കിൾ തീർന്നില്ല. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. ഇനി ഞങ്ങളിവിടെ വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കട്ടെ. എന്തായാലും നല്ല ഇവിടെ വന്നിട്ടുള്ള ലക്ഷറിയസ് സ്റ്റേ ആണല്ലോ. ഫോട്ടോസും വീഡിയോസ് ഞാൻ എടുക്കുമ്പോൾ അവൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ, അറിയില്ല. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. നമ്മളിവിടെ അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ ട്രെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ സബർഗഡിൽ പോവും, അല്ലെങ്കിൽ നമ്മളിവിടെ തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകും. അതൊക്കെ തൊടുത്ത് വിശക്കുന്നുണ്ട്. പാല് കൊടുക്കാനെന്ന് ചോദിച്ചാൽ പറഞ്ഞു ടാക്സി ഓൾറെഡി ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ടാക്സിയിൽ ഞങ്ങൾ പോവാണ്. ഹോട്ടല് നമ്മൾ നിന്നേലും അടിപൊളി ഹോട്ടലല്ലേ ഇവിടെ വന്നിട്ട്. അതുപോലെ തന്നെ ഏറ്റവും ലക്ഷറീസും ആണ് ഗൈസ്. കണ്ടിരിക്കുകയാണ് ഗൈസ്.
ജോർഡൻ കണ്ടോ? ജോർഡൻ കണ്ടോ? അക്വാ പാർക്കൊക്കെ ടി വി ടവറിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. ഗൈസ്, ഇതാണ് ഇവരുടെ പൈസ എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് 30,000 വെച്ചിട്ട് 60,000 നമ്മൾ കയറുവാണ്. ഇതാണ് ജാപ്പനീസ് ഗാർഡൻ. ജസ്റ്റ് ഒന്ന് കറങ്ങി ചെറുക്കനെ വൈബൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകണം ഗൈസ്. ഓക്കെ, ഹായ്. ബോട്ട് ഉണ്ട് ചെടി. ചെടിനെ നോക്കട്ടെ, ചെടിനെ നോക്കട്ടെ. ചെടി കാഴ്ച കാണുവാണ്ടേ. സൂപ്പർ സൂപ്പർ. ഓ അതെ, നമ്മുടെ ബുർജ് ഖലീഫ പോലെയാ. ഓഹോ, ഇത് നല്ല രസമാട്ടോ. പിള്ളേരെ കൊണ്ട് വരാൻ പറ്റിയ കിടിലൻ സ്ഥലത്. എന്നാൽ അവന് അലർജി വല്ലതും ഉണ്ടാവുമോ? ഇല്ലല്ലോ. അവിടെ അതുങ്ങളുടെ വീടാ. അതിൽ നിന്ന് അവരിറങ്ങി വന്ന് ഇവര് ഫുഡ്. അങ്ങനെ നമ്മളതേ പാത്തേനെയൊക്കെ കണ്ടു പോവാനാ. ചേട്ടൻ്റെ മുഖത്തേക്ക് വെയിലടിക്കണ്ട, അതിൻ്റെതായത് ഞങ്ങൾ പാത്തേനെയൊക്കെ കണ്ടു. ഇതാണ് ജാപ്പനീസ് ഗാർഡൻ. എന്നാ ഒന്ന് ഊരി നോക്കി. സാധാരണ പിള്ളേർക്ക് തണുപ്പാ പ്രശ്നം, ഇവന് നേരെ ഓപ്പോസിറ്റാ. വണ്ടി പോവാണ്. ജോർഡൻ ബോട്ട് ഓടിക്കുവാണ്. ആക്സിലറേറ്റർ കൊടുത്തോളൂ, ആക്സിലറേറ്റർ കൊടുത്തോളൂ. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. വണ്ടി പോവാണ്. ഇതാണ് വണ്ടി പോവാണ്. നല്ല കിടിലൻ അറ്റ്മോസ്ഫിയർ കേട്ടോ. നല്ല തണുത്ത കാറ്റും. അന്നമ്മ എൻജോയ് ചെയ്ത് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ടെലിവിഷൻ ടവറും. അതും വെള്ളത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആദ്യത്തെ മതമായിരിക്കും. കേട്ടോ, കൺട്രോൾ ചെയ്യണം ലിവർ. ഇപ്പൊ ഫോട്ടോയും ഇല്ല, വീഡിയോയും ഇല്ല, ഒന്നും. വീട് വരെ ഒന്ന് പോവാം. അവരുടെ അരയന്നങ്ങളുടെ വീടാണ്. അങ്ങനെ ഒരു സിനിമയില്ലേ, അരയന്നങ്ങളുടെ വീടെന്ന് പറഞ്ഞു. ഇത് നമ്മളിങ്ങോട്ട് വന്നു കേട്ടോ. അവരുടെ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അരയന്നങ്ങൾക്കും താറാവുകൾക്കൊക്കെ. അടയിരിക്കണ്ടല്ലേ, എൻ്റെ അകത്ത് അടയിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട് കുറെ പേര്. വേറെ പക്ഷികളുണ്ട്, കുറെ പക്ഷികളുണ്ട്. ഇവിടുത്തെ പക്ഷികളൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. പ്രാവുകൾ എന്തോരം നടക്കാൻ വേണ്ടിട്ട് പുള്ളി അകത്ത് തലയിട്ട് വെച്ചേക്കണുണ്ടോ, ഉറങ്ങണുണ്ടോ? അങ്ങനെ തല വെച്ചിട്ടാണ് അവർ ഉറങ്ങുന്നത്. ഒരു കാലയിലാ നിക്കുന്നത് കണ്ടോ, ഒറ്റക്കാല. തല അകത്ത് വെച്ചിട്ടുണ്ടോ, ചുണ്ട്. ഒറ്റക്കാലാണ് നിക്കുന്നത്. ജോർഡന് ഉറങ്ങും, അവിടുത്തെ കിളി ഉറങ്ങുക. ഇങ്ങോട്ട് പോവാത്തെ. ഓ, അവൻ സ്പീഡ് കൂട്ടിട്ടോ, സ്പീഡ് കൂട്ടി നമ്മുടെ അടുത്ത് എത്തിപ്പോ. നമുക്ക് ഫോളോ ചെയ്ത് പിടിക്കാം. ഏതാ? അതെ, വേറെ താറാവുകൾ വന്നല്ലോ നിന്റെ അടുത്ത്. തീറ്റ കിട്ടുമെന്ന് വിചാരിച്ചാൽ അവർ 3 പേരും വന്നു കേട്ടോ. ചെക്കനിവിടെ കിടന്നുറങ്ങി. അവർ 3 പേരും തീറ്റ തന്നെ വന്നു. തീറ്റ മേടിക്കാൻ മറന്നു. ഇവിടുത്തെ 1,20,000 കേട്ടോ കൊടുത്തേ. ട്രാൻസ്ലേറ്ററൊക്കെ ചോദിച്ചിട്ട് എത്ര മിനിറ്റാന്ന് ചോദിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു 3 മണിക്കൂറായി വെച്ചിട്ടെടുത്തേക്കണേന്ന് തോന്നുന്നു. ഓരോ അബദ്ധം കാണിച്ചു കൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നതാ അവരിപ്പോഴും ഇറങ്ങുന്ന സമയം. വാടാ പോവാടാ പോലെ അല്ലേ, അവരെ കണ്ടോ അല്ലേ, താറാവുകളെ കണ്ടോ? നമ്മളിവിടുത്തെ ഒരു മാളിൽ വന്നിരിക്കുകയാണ്, ടഷ്കൻ സിറ്റി മാളിൽ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ ഫുൾ റഷാട്ടോ. നമ്മുടെ നാട്ടിലെ ലുലു മാളിലൊക്കെ വന്ന പോലെയാണ്. എടി, അത് താഴത്തോട്ട് പോവും, അത് കഴിഞ്ഞിട്ട് അവർ മുകളിലേക്ക് വരും. അപ്പോൾ ഭയങ്കര റഷാണ് ഇവിടെ. എല്ലാം ക്രിസ്മസിൻ്റെ ഇതൊക്കെയാണ്. ഇവിടെ ഒരു വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ, നമ്മുടെ ലുലു മാള് പോലെ കേട്ടോ. ദുബായ് മാളൊക്കെ പോലെ, നാട്ടിലെ ലുലു മാള്, ഇവിടുത്തെ നമ്മുടെ ദുബായ് മാളൊക്കെ പോലെ അടിപൊളി വലിയ മാളാണ്.
നല്ല റഷും ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ലിഫ്റ്റൊക്കെ കയറി ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഫുഡിൻ്റെ സ്ഥലം തോന്നുന്നു. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള കുതിരയിറച്ചി കഴിക്കാൻ പോവാണ് ഗൈസ്. വരട്ടെ, ഇനി ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ എവിച്ച തന്നെ കഴിച്ചു തീർക്കട്ടെ. ഞാൻ മറ്റേത് കഴിക്കട്ടോ. എന്നെ ഇവിടുന്ന് കുതിര ഓടുന്നത് ഓടിക്കും ചെല്ലും. ഏട്ടാ നീ ക്രിസ്മസ് ആടായത് നീ കണ്ടോ? ക്രിസ്മസ് ട്രീ കണ്ടോ? നീ ക്രിസ്മസ് ട്രീയിലോട്ടാട്ടോ ആള് നോക്കണേ. നല്ല തിരക്കാണ് ഇവിടെ, നിറച്ചും ആൾക്കാരാട്ടോ. കുഞ്ഞു എവിടെയാ നമ്മൾ വന്നേക്കണേ? ഇവിടെ ഫുൾ കൊറിയൻ കടകളാണ് കേട്ടോ പറഞ്ഞത് മൊത്തം. ഇതിൻ്റെ നടുക്കൊരു കനാല് പോലെ, കനാലിൻ്റെ അപ്പുറവും ഇപ്പുറവും നിറച്ചും ഷോപ്പുകളാണ്. കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എന്തോരം കഫറ്റീരിയ അല്ലേ. ജോർഡൻ ഇപ്പോൾ ചൂടുള്ള എന്തെങ്കിലും നമ്മൾ കുടിക്കാനാണ് ഇവിടെ നിന്ന് പ്ലാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുതിരയിറച്ചി തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ചൂടുള്ള എന്തെങ്കിലും ഇവിടെ നിന്ന് സിയുൾ മുണ്ണെന്നല്ലേ ഇത്? മുണ്ണോ? MUN മുൺ. ആണോ? ഓ ഇതുണ്ടോ കളിക്കണ സ്ഥലം? നമ്മളെ പള്ളിപ്പെരുന്നാളിനൊക്കെ കളിക്കില്ലേ അതേപോലത്തെ. ഓ ഇത് കനാലാണേ. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ജോർഡൻ ഓക്കെ ആയോ? അങ്ങനെ എവിടെയാണ് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ കാഴ്ച കാണിച്ചു കൊടുക്കും. ജോർഡൻ രണ്ട് സൈഡിലും അവിടെ വരെ ഉള്ളൂ എന്ന് തോന്നുന്നല്ലേ. ഇങ്ങോട്ടാണ് കൂടുതലും മോസ്റ്റ്ലി കൊറിയൻ സ്റ്റൈൽ കടകളൊക്കെ കേട്ടോ. ജോർഡൻ ഫുൾ കലിപ്പിലാണ്. ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയി ബാഗ് എടുത്തിട്ട് നേരെ ട്രെയിൻ പിടിച്ച് സമർക്കണ്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. ഇവിടെ ലൈറ്റ് ആൻഡ് വാട്ടർ ഫൗണ്ടൻ ഷോ നടക്കുക കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈമിലാണ് വന്നത്. അവനെ എടുത്തോ? അവനെ കാണുന്നില്ല. ജോർഡൻ അവളെ നോക്കുക. അപ്പം ജിലുവിനെ നോക്കണ കാരണം ജിലു അവനെ എടുത്തു വെച്ചേക്കുക. നമ്മൾ ബബിൾ ടീ കുടിച്ച കട, ടിയാൻ മിമി ബബിൾ ടീ. അങ്ങനെ നമുക്ക് തഷ്കണ്ടിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ട്രെയിൻ ഇനി ഒരു 20 മിനിറ്റിനുള്ളിലെത്തും. ജിലുവും കൊച്ചും എൻട്രൻസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. ടിക്കറ്റ് കൗണ്ടർ അപ്പുറത്തെ സൈഡിലായിരുന്നു. അങ്ങനെ നമ്മൾ സമർക്കണ്ടിന് പോയി ഗൈസ്. ഇനി ബാക്കി വിശേഷങ്ങൾ സമർക്കണ്ടിൽ നിന്ന് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ തഷ്കണ്ടിൽ നിന്നും സമർക്കണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ കിട്ടി ഗൈസ്. അവിടെ ഇതൊക്കെ എടുത്ത് തരാനായിട്ട് ഒരാളുണ്ടായിരുന്നു. ആൾക്കാർ പോർട്ടർമാരുണ്ട്, പൈസ കൊടുക്കണം. പിന്നെ നമ്മളവിടെ സീറ്റിങ് അവിടെ സാധാ നമ്മുടെ നോർമൽ ബസ്സിലെ സീറ്റൊക്കെ പോലത്തെ, മീൻസ് സാധാ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ അത്ര ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ലോക്കൽ ട്രെയിനാണ്. അഫ്രോസിയാബാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. നമ്മൾ എന്നിട്ട് ഇവിടെ അപ്ഗ്രേഡ് ചെയ്തു. ഇക്കണോമി ടിക്കറ്റായിരുന്നു എടുത്തത് നമ്മൾ. പക്ഷെ അവിടെ ഫുള്ള് വേറെ കുറേ പിള്ളേർ, ഇവൻ ഫുൾ കരച്ചില്ല. അപ്പോൾ ഇവന് പാലൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് പ്രൈവസി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇത് എക്സ്ട്രാ ഇവിടുത്തെ TTR പോലെ പൈസ കുറച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കംഫർട്ടബിളായിട്ട് നമ്മുടെ ബാഗ് സാധനങ്ങളെല്ലാം വെച്ച് അവനെ കൂളാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കൻ കരിപ്പിലാണ്. ചെക്കൻ ഞങ്ങളെ വഴക്കൊക്കെ പറഞ്ഞിരിക്കുകയാണ്.
മണിക്കൂർ എടുക്കും ഇവിടുന്ന് അല്ലേ? രാത്രി ആയതുകൊണ്ടൊന്നും കാണത്തില്ല. ലൈറ്റ് ഓഫ് ചെയ്താലേ കാണത്തുള്ളൂ. ലൈറ്റ് ഓഫ് ചെയ്യാം, എന്നാലേ അവന് പേടിയാവും. രാത്രി ആയതുകൊണ്ടൊന്നും കാണാൻ പാടില്ല ഗൈസ്. പകലായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. ഇവിടെ ഒരാളെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. രാവിലെ അല്ല, ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്നും ഞങ്ങൾ ഇറങ്ങിയത് ഗൈസ്. കാരണം ഞാൻ രാവിലെ എണീറ്റത് ലേറ്റ് ആയിട്ടാണ്. ഇന്നലത്തെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 1:30 ആയപ്പോഴല്ലേ കിടന്നേ. ചെക്കനും അട ചെക്കന് സൂപ്പർ ഉടുപ്പൊക്കെ മേടിച്ച് ചെക്കൻ്റെ എൻ്റെ ജാക്കറ്റ് തൊട്ട് കളർ കണ്ടോണ്ടിരിക്കുക. നിന്നോട് വേണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹായ് ഗൈസ് എന്ന് പറഞ്ഞ്, ഹായ് ഗൈസ് എന്ന് പറഞ്ഞ്, ഹലോ ഗൈസ് എന്ന് പറഞ്ഞു ചോടു. Can you down the window? Window. അവൻ ജസ്റ്റ് ചിണുങ്ങി ഉറങ്ങിയിട്ടോ. ചില്ലു അവനെ ഉറക്കി കയ്യിലിട്ട് തട്ടി അവൻ ഉറങ്ങിപ്പോയി. ഇപ്പം നമ്മൾ കൊണിഗിൽ വില്ലേജ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു വില്ലേജിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അരമണിക്കൂറുള്ളൂ നമ്മുടെ സ്ഥലത്ത് നിന്ന്, ഒരു 25 മിനിറ്റ് ഉള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ മഴക്കാറ്, നല്ല മഴക്കാറും ഉണ്ട്. ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളാട്ടോ. ഉയ്യോ, അങ്ങ് അല്ലേ ഒരുപാട് വീടുകളാണ്. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. കൊണിഗിൽ വില്ലേജിൽ വന്നിരിക്കുകയാണ് നമ്മൾ. ഇതാട്ടോ, അവിടെ എന്തൊക്കെയോ ഇതുണ്ട്. കൊണിഗിൽ വില്ലേജിൽ അവൻ നമ്മളെ ഡ്രോപ്പ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് അവനവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ അടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞു. അരമണിക്കൂറൊക്കെ എടുക്കുന്ന പറഞ്ഞു ഇതിൽ കണ്ടുവരാൻ. ഇവരുടെ പോട്ടറി ഫാമേഴ്സ് അങ്ങനത്തെ ഉള്ള സ്ഥലമാട്ടോ അത്. ഇവിടെ പഴയ കാലത്ത് ഇവരുടെ ഓരോ ഫാമിങ്ങിൻ്റെയും പോയട്രിയുടെ ഒക്കെ സാധനങ്ങളുണ്ട്. ഇവിടെ കോംപ്ലിമെൻ്ററി ടീയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ടീ കുടിച്ചു, രസമുണ്ട്. ഇത് ടീയിലിടണ്ട, ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ടീ കടിക്കുക, ജസ്റ്റ് ടീ കുടിക്കുക, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അവരുടെ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ 2000 വർഷത്തോളം പഴക്കമുള്ള സംവിധാനങ്ങളൊക്കെയാണെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അവരുടെ ബ്രെഡ് കാര്യങ്ങൾ, ഇവരുടെ പേപ്പർ മേക്കിങ്, ബ്രൗൺ കളർ പേപ്പർ, വൈറ്റ് കളർ പേപ്പറിൻ്റെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു. ഇതൊരു വില്ലേജ് ഇതാണ്. ചെറിയൊരു തോട് പോലെയൊക്കെ തോട് പോകുന്നുണ്ട്. ചെക്കൻ ഉറക്കാണ്. ജിലു ദേ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വാഷ്റൂമിൽ പോയിരിക്കുന്നു. അവന് ചൂടിഷ്ടമല്ല, അവന് തണുപ്പ് വേണം. അപ്പോൾ ഞങ്ങളവനെ ഡ്രസ്സ് കംപ്ലീറ്റ് സെറ്റർ ഇടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ഹെവൻ ആണോന്ന് തോന്നും ഗൈസ്. എല്ലാവരും ഇവിടെ വന്നിട്ടോ, ഹെവൻ പോലെ. ഭാഗത്തിന് ചക്കൻ ഒന്ന് 10 മിനിറ്റ് കടന്ന് ആ സമയം കൊണ്ട് ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. നല്ല ഭംഗിയുണ്ടാ ഞാൻ ഇവിടുത്തെ ഡ്രസ്സുകൾ കേട്ടോ. എന്താ സൊവനിയർ ഷോപ്പാണിത്. ഇവിടെ ആളുണ്ട്. എനിക്ക് തോന്നുന്നത് മേടിക്കുന്ന കടയാണ്. പറ്റത്തില്ല, കയറാൻ പറ്റത്തില്ല. ഹായ്. നിനക്ക് എന്നാണ് പറഞ്ഞേ ഈ പുഴയിൽ ഇതിൽ തൊട്ടിലിറങ്ങി കുളിക്കാൻ തോന്നാന്നല്ലേ? നീ ദുബായിൽ കുളിക്കാറുണ്ടോടി നീ? ഓക്കെ, ഇമ്മാതിരി തണുപ്പത്ത് വന്നിട്ടേ വല്ലാത്തൊരാഗ്രഹം ഈ തോട്ടിലിറങ്ങി കുളിക്കണമെന്ന്. എടി നമുക്ക് തോർത്തും സോപ്പൊക്കെ കൊണ്ടുവരായിരുന്നല്ലേ അല്ലേ ജിലു? അപ്പോൾ ജോർഡനായും അവരുടെ അരി ആട്ടണ സ്ഥലം കേട്ടോ, അരി പൊടിക്കുന്ന സ്ഥലം. പിന്നെ അവിടെ ഓയിലുണ്ടാക്കുന്ന എന്തോ ഇതുണ്ട്, പിന്നെ പോയട്രികളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്നും ആൾക്കാർ കാണുന്നില്ല കേട്ടോ. അവിടെ ഒരു സുവിനിയർ ഷോപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ വന്നിട്ടില്ല അല്ലേ? ആരും വന്നില്ല, 1-2 പേരെ കണ്ടിട്ടുള്ളൂ.
നമ്മൾ അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഇതാണ് ഓയിൽ. എടി ഓയിൽ മില്ലാടി ഇത്. ഒന്ന് കയറി നോക്കി. അവനെവിടെ കേൾക്കട്ടെ. പല ടൈപ്പ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഓയിലുണ്ടാക്കണം. അങ്ങനെ നമ്മൾ അഫ്രോസിയോബ് മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവരുടെ പഴയ കാലത്തെ ഓൾഡ് സമർക്കണ്ട് കേട്ടോ അഫ്രോസിയോബ് എന്ന് പറയണേ. കാണുന്ന പ്രദേശമൊക്കെ ഓൾഡ്, കുന്ന് പോലെ കാണുന്ന മരുഭൂമി പോലെ കാണുന്ന സ്ഥലങ്ങളൊക്കെ അഫ്രോസിയോബിൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ പഴയ കാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, അയാളുടെ പേരെന്തോ ആണ് അഫ്രോസിയോബ്. അതിനെന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ അത് മൊത്തം. അതിൻ്റെ സെൻറ്ററിൽ എന്തൊരു മ്യൂസിയം പണിത് വെച്ചേക്കാണ് അവിടെ. ഇത് അവിടെ മലയുടെ മുകളിൽ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് അഫ്രോസിയോബ് എന്ന്. ആ ട്രെയിനിൻ്റെ പേര് ഇതിന് അഫ്രോസിയോബ് എന്ന് പറഞ്ഞ ട്രെയിനാണല്ലോ, ഫാസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ. ഇതാണ് അഫ്രോസിയോബ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞൊരിത് അവരുടെ മ്യൂസിയമാണ്. ഇത് പഴയ കാലത്തെ സമർക്കണ്ട് അഫ്രോസിയോബ് സെറ്റിൽമെൻറ്റ്. ഇതെന്തോ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്തോ ആണ് കേട്ടോ ഇവിടുത്തെ. ഉണ്ടോ ജസ്റ്റ് കുറേ കുന്നുകൾ. ഇതിൽ കയറി വന്നില്ല, കൊച്ചിനെ കൊണ്ട് നടക്കാൻ വയ്യ, താരം താഴെ നിൽക്കുക. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന. ജസ്റ്റ് ഇതുപോലെ കുറേ കുന്നുകളുള്ളൂ. അപ്പോൾ നമ്മളടുത്ത ഇതിലോട്ട് പോകണം. ചിലപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ടായിരിക്കും അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. ഇവിടുന്ന് 10-15 മിനിറ്റ്സ്. അതിൻ്റെ ഇടയ്ക്ക് ജോഡു അപ്പിയിട്ടു, മാമ്പർ മാറ്റിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ എറ്റേണൽ സിറ്റി ചെന്നിട്ട് അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കഴിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇവൻ നല്ല റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിട്ടോ. ഇതാണ് കേട്ടോ മെയിൻ ഡെസ്റ്റിനേഷൻ ആണ് കേട്ടത്. ഉണ്ട് ശരി, അവിടെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ. സ്റ്റെപ്പ് കയറി ഒരു വഴിക്കാവും കേട്ടോ. ഓക്കെ, നമ്മൾ പോവാണ്. ഒരു ചെരുപ്പൊക്കെ ഊരിയിട്ട് ഭയങ്കര വിശുദ്ധിയോടുകൂടി പോകുന്ന സ്ഥലമാണ്. ജോർഡനെ തണുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജോർഡന് വണ്ടി വെച്ച് പാല് കൊടുത്ത് ഉറക്കിയിട്ട് എവിടെയും പോയി ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ. ഇങ്ങനെ ഉള്ളിലേക്ക് കുറേ നടക്കാനും നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. പ്ലാറ്റാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ജോർഡൻ ഇത് എവിടെയാണ്? ജോർഡൻ ഇത് എവിടെയാണ്? ഫുഡ് കഴിക്കാൻ വന്നിരിക്കുവാനോ? ജോർഡൻ ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് കേട്ടോ. ആവശ്യം കണ്ടുപിടിച്ച നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രൈവറ്റ് റൂം വേണമെന്ന് അവർ ചോദിച്ചു. ഇവന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ പ്രൈവറ്റ് റൂം വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്ക് പ്രൈവറ്റ് റൂം പ്രൊവൈഡ് ചെയ്തു കണ്ടോ. പക്ഷെ അന്നത്തേക്കും ചെറുക്കനെ എണീറ്റു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ റൂംസൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഇതാണ് ഇവർക്ക് പ്രൈവറ്റ് റൂംസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ അടുത്ത ഡിഷ് വന്നു. എന്തോ വെച്ചാൽ ഓർഡർ ചെയ്തെന്തോ ലാമ്പിൻ്റെ എന്തോന്നാണല്ലേ. അമർക്കണ്ടി വന്ന് നമ്മൾ ഇംഗ്ലീഷ് വൈബിൽ ഭയങ്കര ലക്ഷറിയസ് ഇംഗ്ലീഷ് വൈബിലാണ് ഫുഡ് കഴിക്കുന്നത് ഗൈസ്. ഇതാണ് ഇവിടുത്തെ സാൽമൺ ഡിഷ്. എങ്ങനെയാണ് കഴിക്കുമ്പോൾ എന്നറിയില്ല, ഇച്ചിരി നല്ല ടൈം എടുത്തോട്ടോ ഗൈസ്. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് എറ്റേണൽ സിറ്റിയിലല്ലേ. ഇവിടെ നല്ല മഞ്ഞാട്ടാ. ചെറുക്കൻ്റെ ഡ്രസ്സ്, അവൻ്റെ പുത്തൻ ജാക്കറ്റ് അങ്ങനെ ഇവിടെ വന്നിട്ട് എടുത്തു ഗൈസ്. ഇത് നല്ല രസമാണ് കേട്ടോ. നമ്മൾ കയറിയതേ ഉള്ളൂ, അകത്തേക്ക് പോവാണ്. ഓക്കെ,
എബിച്ചിനെല്ലാം നിങ്ങളെ കാണിച്ചില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളത് കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളും കൂടുതൽ എബിച്ചിനെ നിങ്ങളെ കാണിക്കണമെന്നാണ് പറയണേ. ഞാനിവിടെ തണുത്ത് വരച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നല്ല സൂപ്പർ തണുപ്പിട്ട് ഇവിടെ വന്നിട്ട്. ഓഹോ, ശരിക്കും പറഞ്ഞാൽ ആദ്യം രാവിലെ വെട്ടമുള്ളപ്പോഴും ഒക്കെ ഇവിടെ വന്നായിരുന്നു. അല്ല, ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു. കാരണം ഇത് കിടിലൻ സ്ഥലം കേട്ടോ. വ്യൂവും ലൈറ്റ് ഉള്ളപ്പോഴാണ് രസം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, കിടിലൻ വൈബാണ് കേട്ടോ. ഉണ്ടോ? ഓ, പൊളിയായിട്ട് പൊളി പൊളി പൊളി. വാവ്, നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഓ, ഇത് നല്ല രസമാണ് കേട്ടോ. ക്രിസ്മസിന് വരാൻ പറ്റിയ കിടിലോസ്കി സ്ഥലം. ഓ, പൊളി പൊളിയാണ് കേട്ടോ. ഓ, അവിടെ എന്തോ വേറൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമില്ലേ? കിടിലൻ വൈബാണ് കേട്ടോ. ജോലിന് ഇവിടുത്തെ അമ്മച്ചീനെ ഒത്തിരി ഇഷ്ടമായിട്ടോ. എന്നിട്ട് ഇവിടെ നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് ലോക്കലി ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ട് നിൽക്കണമെന്നുണ്ടായിരുന്നു. ഇത് കിടിലൻ സ്ഥലമായി പോയിട്ടാ. ഈ പിച്ചൻ്റെ രജിസ്റ്റൻ സ്ക്വയർ. ഓക്കെ, നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ചെക്കൻ ഉറക്കാണ്, ലൈറ്റ് ഇട്ട് അവൻ എണീക്കും. ഞങ്ങൾ ടൂർ കഴിഞ്ഞ് നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. ഇവിടെ 5 മണിയാകുമ്പോഴത്തേക്കും ഫുള്ള് ഇരുട്ടായി തുടങ്ങും അല്ലേ? ഇപ്പോൾ നമ്മൾക്ക് നാളെ രാവിലെ നോക്കണം. ടിക്കറ്റ് കിട്ടാനില്ല ട്രെയിനിൻ്റെ. നാളെ രാവിലെ കിട്ടിയില്ലെങ്കിൽ ഇപ്പം പറയണേ 10 മണിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറയണേ കാറിന്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ കാറിന് കൊണ്ടുവരും. ഇല്ലെങ്കിൽ രാവിലെ ഒരു 8 മണിക്ക് ട്രെയിൻ ഉണ്ട്, അതാകുമ്പോൾ ഉച്ചയ്ക്ക് അവിടെ ചെല്ലും. അത് കിട്ടുമായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു അല്ലേ? അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നാളെ എന്താണെന്നുള്ളത് കണ്ടറിയണം. ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിൽ പോയിട്ട് നമ്മൾ പയ്യെ ഒന്ന് ഇറങ്ങാനുള്ള പ്ലാനുണ്ട്. ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ചെക്കനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇറക്കിയിട്ടല്ലേ. അവൻ മടുത്തവനും ടയേർഡായി. നമ്മൾ ഇവിടെ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നമ്മുടെ ഹോട്ടൽ ഇതാണ്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ വന്നാൽ നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡാണെന്ന് നല്ല കോടയുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കൂടി വന്നു. നമ്മുടെ ഹോട്ടൽ ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡോറ് കണ്ടുകൊണ്ട് ഓടി വന്നു. പക്ഷേ റെസ്റ്റോറൻറ്റിൽ അവസരം വന്നു. ആംബിയൻസ് ഫുഡ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവിടുത്തെ ആ ഒരു കൾച്ചർ ആൾക്കാർ ജോഡുവിൻ്റെ അമ്മയ്ക്ക് ഇവിടുത്തെ ആൾക്കാരിരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ആംബിയൻസിലിരുന്ന് കഴിക്കാനുള്ള ഒരു നമ്മുടെ തൊട്ടടുത്ത് ഒരു മിനിറ്റ് പോലും നടക്കാനില്ല. നല്ല രസമുണ്ടല്ലേ? നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അതുവരെ ജോഡു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഡു മൂഡ് ഔട്ട് ആവാതെ. അങ്ങനെ ബ്രെഡ്, സൂപ്പ്, റൈസ് എന്ന് പറഞ്ഞപ്പോൾ അവർ തന്ന റൈസ് ഉണ്ട്. കഴിക്കാൻ തുടങ്ങാല്ലേ? അവരുടെ ഇവിടുത്തെ ഫേമസ് സാധനം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പക്ഷേ എണ്ണയില്ല കേട്ടോ, എണ്ണയില്ല. നല്ല ഡ്രൈ അല്ല. ബ്രെഡും ആണെങ്കിലും അതെല്ലാം ഡ്രൈയാ. ജോർഡൻ അവിടെ കിടന്ന് കൈ ചപ്പി ജോർഡൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഫിനിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേനെ. ജോർഡൻ കഴിക്കാറായെങ്കിൽ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു ഗൈസ്. ചെറുക്കന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം അവനെ നേരത്തെ എണീറ്റു. സാധാരണയേക്കാളും അവൻ കുറച്ചാണ് ഉറങ്ങിയുള്ളൂ.
മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് ധൃതി പിടിച്ച് കൂടി വന്നപ്പം ദൈവം സഹായിച്ച് മഞ്ഞ് കാരണം 1 മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞു, മഴ കാരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ബാഗൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് പാവരിച്ചും തന്നെയാണ് എല്ലായിടത്തും ഓടിയത്. അവനെയും കൊണ്ട് ഞാൻ ഓടി. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഗൈസ്. എൻ്റെ പൊന്നെ, അങ്ങനെ ഞങ്ങൾ തഷ്കണ്ടിലോട്ടുള്ള ട്രെയിൻ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ 8:30യുടെ ട്രെയിനായിരുന്നു, ഇപ്പോൾ 1 hour ഡിലേ, അല്ല 8 മണിയുടെ ട്രെയിനായിരുന്നു, 1.5 മണിക്കൂർ ഡിലേ. ഇപ്പോൾ 9:30 ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ട്രെയിൻ എത്തി. ഇനി നമ്മൾ തഷ്കണ്ടിലെത്തിയിട്ട് കാണാം. ചെക്കൻ ഉറക്കാണ്. ഇവിടെ ചെറിയ മഴയുണ്ട്. അങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ എക്കണോമി എടുത്ത്, ഇപ്പോൾ നമ്മൾ ബിസിനസ് ക്ലാസ് എടുത്തേ. അതിൽ ബിസിനസ് ക്ലാസ്സിൽ കണ്ട സീറ്റൊക്കെ റിക്ലൈൻ ചെയ്യാം, അടിപൊളിയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാഴ്ചയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം അങ്ങോട്ട് പോകുന്നത് പകലായതുകൊണ്ട് നേരം വെളുത്തു. 10 മണിയായിട്ടും ഇവിടെ വെട്ടമൊന്നുമില്ല ഗൈസ്. ഞങ്ങൾ കാഴ്ച കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ചെക്കന് അവന് ഇന്ന് രാവിലെ ചെറുതായിട്ടൊന്ന് കക്കുമൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ടെൻഷനിലാണെങ്കിലും രക്ഷയില്ല. ലഗ്മാൻ എന്ന് പറയുന്നത്, ലഗ്മാൻ പുൾഡ് നൂഡിൽസാണ്, ഹാൻഡ് പുൾഡ് നൂഡിൽസ്. ഇവിടുത്തെ ലോക്കൽ എന്തോ പറയും, സമയമില്ല, ചക്കൻ അടിക്കണതിന് മുമ്പ് കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ജോർഡൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജോർഡൻ്റെ റാറ്റിൽ റെഡിയാണ്. അപ്പയും ജോർഡനും കൂടെ കളിയാണ്. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് അപ്പം ഏൽപ്പിക്കും. അവൻ്റെ ബെൽറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ എത്തുകയാണ് ഗൈസ്. ദുബായിയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ടയർഡായോ? ഇവന് പെയിൻ എടുക്കും ലാൻഡ് ചെയ്യണ സമയത്ത്. ഈ കാരണം എക്സസൈസ് ചെയ്യുക. ചെക്കന് പാല് കൊടുത്തോണ്ടിരിക്കണു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ജോർഡൻ 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 പെട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ജോർഡൻ്റെ പെട്ടിക്ക് വേണ്ടി വരുന്നുണ്ട് ഗൈസ് നമ്മുടെ. അങ്ങനെ നമ്മൾ സുരക്ഷിതമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. മടുത്തിരിക്കുകയാണ്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. നമ്മുടെ പെട്ടി ഇതേ ലാസ്റ്റ് പെട്ടി ഇതാ വരുന്നു. അപ്പോൾ ഇനി അടുത്ത തവണ കാണാം അല്ലേ? See you.